ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് ജ്യൂസാണ്. മിക്സഡ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോഴാണ് ഇവിടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മിക്സഡ് ജ്യൂസ്. ഞാനൊരു 2 വലിയ ക്യാരറ്റ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. 2 വലിയ ക്യാരറ്റ് എടുത്ത് ഞാൻ ജസ്റ്റ് ഒരു വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചു. അത് നമുക്ക് അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന്, പച്ച ക്യാരറ്റ് അടിക്കുന്നതിനേക്കാളും എളുപ്പം കുറച്ച് ഒന്ന് വെന്തതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അടിച്ചെടുക്കാം. ആ ക്യാരറ്റും പിന്നെ 2-3 ബീട്രൂട്ടിൻ്റെ പീസസും ഉണ്ട്. ഞാനതെൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബീട്രൂട്ട് ഇഷ്ടമല്ല. ഇതുപോലെ 3-4-5 പീസസ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് ബീട്രൂട്ട് ആയാൽ ചിലപ്പോൾ അതിൻ്റെ ചെറിയൊരു മക്കച്ചൊവ ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3-4-5 പീസാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഇവിടെ എനിക്ക് നന്നായി പഴുത്തൊരു ചെറിയ ഏത്തപ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ 2-3 ഈന്തപ്പഴം അരിഞ്ഞിട്ടിട്ടുണ്ട്. 3-4 കശുവണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ബദാം കുതിർത്തതുണ്ടായിരുന്നു, അതൊരു 3-4 അതും തൊലി കളഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ആ ക്യാരറ്റ് വേവിച്ച വെള്ളമുണ്ട്, അത് ഞാൻ കളഞ്ഞില്ല. വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം പോയി. അതുകൊണ്ട് ആ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കും. ജസ്റ്റ് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1/2 ലിറ്റർ പാൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ പാലിനകത്ത് ഞാൻ തിളപ്പിച്ച സമയത്ത് 2-3 സ്പൂൺ പഞ്ചസാര ചേർത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. ലാസ്റ്റ് മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുവാണ്. ഇത് ഞാൻ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. മിക്സിയിൽ ഇതെല്ലാം പാല്, ക്യാരറ്റ്, കുറച്ച് ഒരു 3-4 കഷ്ണം ബീറ്റ്റൂട്ട്, 2-3 ഈന്തപ്പഴം, ഒരു ചെറിയൊരു ബനാന കട്ട് ചെയ്തത്, പിന്നെ കശുവണ്ടി, ബദാം, പഞ്ചസാര, തിളച്ച പാല്, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത ഒരു പരുവാണിത്. ഇനി ഞാനിത് അരിച്ചാണ് കുട്ടികൾക്ക് കൊടുക്കുള്ളൂ, കാരണം അവർക്ക് തട്ടും തരങ്ങും ഇഷ്ടമല്ല. ഇത് അടിക്കാണ്ട് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഞാനിനി കാണിച്ചു തരാം. തരങ്ങെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് തരികൾ കിട്ടും. ഇത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ചില കുട്ടികൾക്കത് അത്ര ഇഷ്ടപ്പെടില്ല, വായിൽ ഇങ്ങനെ തടയുന്നത്. അതുകൊണ്ടാണ് ഞാനത് കുറച്ചൊരു വെള്ളമയം പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുത്തത്. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് അപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞങ്ങളിത് കുടിക്കാൻ പോവാണ്. പിന്നെ ആ ക്യാരറ്റിനെ നമ്മൾ ജസ്റ്റ് അരിപ്പയിൽ അരിച്ചല്ലോ, അപ്പോൾ അത് വേസ്റ്റായി പോവും എന്നൊക്കെ വിചാരമുള്ളവർക്ക് ഇത് നമ്മളുടെ മുഖത്തിന് നല്ലൊരു ഫേസ് പാക്കാണ്. കാരണം അതിനകത്ത് നമ്മളുടെ മുഖത്തിന് പറ്റിയ കണ്ടൻസ് മാത്രമേ അതിനകത്തുള്ളൂ. ക്യാരറ്റ്, ബനാന, ഈന്തപ്പഴം, നട്ട്സ്, ഇതൊന്നും മുഖത്തിട്ടെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ആ ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് മുഖത്തിലൊരു ഫേസ് പാക്കായിട്ട് ഈ ക്യാരറ്റ് നമ്മൾ അരിച്ചെടുക്കുന്ന സമയം അത്രയും മുഖത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നിറവും വയ്ക്കും. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇതിനകത്ത് നമുക്ക് ചീത്ത എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു കണ്ടൻറ്റേ ഉള്ളൂ, ഷുഗർ. അത് ആവശ്യമില്ലാത്തൊരു ഷുഗർ യൂസ് ചെയ്യേണ്ട. വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കൽക്കണ്ടം, അതല്ലെങ്കിൽ ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ, ജ്യൂസിൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അത് ചേർക്കാം. ഇനി മധുരം ഒന്നും വേണ്ടെന്ന് ഉള്ളവരാണെങ്കിൽ ഈ ക്യാരറ്റിനും ഒക്കെ ചെറിയൊരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ അത് അടിച്ചു കുടിച്ചാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും കളർഫുൾ ക്ലൗഡ്സ് വെറൈറ്റി വീഡിയോസാണ് കൊണ്ടുവരുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.